Good afternoon guys and welcome back to my YouTube channel and welcome to this new video. After a long time of planning, നമ്മൾ സഡൻലി ആനക്കുളം പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. കുറേ പേരെ വിളിച്ച് ഫ്രണ്ട്സിനൊക്കെ, പക്ഷേ എല്ലാവരും തിരക്കാണ്, എല്ലാവർക്കും പള്ളിപ്പെരുന്നാൾ അതും ഇതുമൊക്കെ. അപ്പം ഞാൻ ഇന്ന് സൺഡേ കുറേ ദിവസം കൂടി ഇന്ന് ഓഫ് എടുത്തു. സോ ഐ തോട്ട് ദാറ്റ് ആനക്കുളം വരെ ഒന്ന് പോയി കളഞ്ഞേക്കാന്ന്. യു ഹാവ് ബീൻ ഹാഡ് അബൌട്ട് ആനക്കുളം സിൻസ് ലോങ്. ഞാനും കുറേ നാളായിട്ട് കേൾക്കുന്നു, പക്ഷേ ഞാൻ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്. അപ്പം ഞാനും ഫ്രാൻസിസും കൂടി ഇന്ന് ആനക്കുളത്തിനുമാണ്. അപ്പം ഇവിടെ നമ്മൾ പണിക്കും കൂടി ചെന്നിട്ട് ഫ്രാൻസിസിനെയും കൂടെ പിക്കപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ആനക്കുളത്തിന് പോകുന്നത്. സോ യു വിൽ ബി സീയിങ് ഇൻ ദിസ് വീഡിയോ ആനക്കുളത്തെ പറ്റിയായിരിക്കും. സോ വെൽക്കം ടു ആനക്കുളം വ്ളോഗ്. ഫ്രണ്ട്സ്, നമ്മൾ പോവാണ്. അമ്മ ബൈ. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ആനക്കുളം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്രാൻസിസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവിടെ എത്തി. ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നില്ല, എനിക്ക് മടിയാണ്. സോ അവനെ കൂട്ടിയിട്ടായിരിക്കും ഇനി നമ്മുടെ ബാക്കി ജേണി പോകുന്നത്. അപ്പം എൻ്റെ കൂടെ ടെൻത്തിൽ പഠിച്ച വേറെ ഒരു ഫ്രണ്ടിനെ ഞാനിപ്പോൾ കണ്ടു, ജസ്ബിനെ. അപ്പം വരുന്ന വഴിക്ക് എൻ്റെ ഇപ്പോൾ സംസാരിച്ചതേ ഉള്ളൂ. സോ ഹാപ്പി. someone is coming with the helmet. സോ ഗൈസ്, നമ്മളങ്ങനെ കൃത്യം 2 മണിക്കൂർ എടുത്തു. 4:40 ആനക്കുളത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്ന ഉടനെ കുറേ ആനകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ കാഴ്ച കാണിച്ചു തരാം. അപ്പം ഈ ഒരു സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ ആനകൾ ഇത്രയും അടുത്ത് വന്ന് ഈ ഒരു ആറ്റിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് അപൂർവമാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഒരു കാട്ടിലുണ്ട്, പക്ഷെ അതുകൊണ്ട് നമുക്ക് എൻട്രി പെർമിഷൻ ഇല്ല. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ആനകളുടെ ബിവറേജ് എന്നാണ് ഈ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലം അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഉറവ വരുന്ന അവിടെ ഒരു കൈൻഡ് ഓഫ് ആൽഗയുണ്ട്. അപ്പം അത് കാരണം ഈ വെള്ളത്തിന് ഉപ്പും പുളിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആനകൾ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത്. വേറെ ഒരു സ്ഥലത്തു നിന്ന് ആനകൾ വെള്ളം കുടിക്കത്തില്ല. ഫ്രാൻസിസ് ഉണ്ട്, ആനേനെ കാണാൻ വന്നത്. ഇനി കുറേ ആനയുണ്ട്, ഒരു വലിയ കൂട്ട ആനയുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് മാത്രമാണ് ആന വെള്ളം കുടിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കൊമ്പനാനകളൊന്നും വരില്ല, പിടിയാന മാത്രമേ വരുള്ളൂ. കാരണം ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കൊമ്പനാനകൾ ഇവിടെ വെള്ളം കുടിക്കാൻ വന്നുകൊണ്ടിരുന്നപ്പോൾ അവർ അതിനെ വേട്ടയാടുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആനകൾക്ക് അത് ഇവരുടെ സൈക്കോളജി വെച്ച് പറയുമ്പോൾ ആനകൾ പിടിയാനകൾ കൊമ്പനാനകളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ കൊമ്പനാനകൾ ഒരിക്കലും വരില്ല. ഒരു 8-9 വർഷത്തേന് വരുന്നില്ലായിരുന്നു. ആൻഡ് റീസെൻ്റ്ലി എപ്പോഴും വന്നു, പക്ഷെ അത് വെള്ളം കുടിക്കുമ്പോഴും അവിടെ പിടിയാനകൾ അതിൻ്റെ വട്ടം ചുറ്റും നിൽക്കും എന്നൊക്കെയാണ് ഞാൻ ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പം അതാണ്, എനിക്കിത് കുടിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. പക്ഷെ കുടിച്ച് നോക്കിയതൊക്കെ പറയുന്നത് ചുമ്മാ നോർമൽ വെള്ളം പോലെയാണ്. പക്ഷെ അവിടെ നാണാന വെള്ളം എടുക്കുന്നത്. അതേപോലെ തന്നെ കുറേ നേരത്തേന് ഇവിടെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്തായാലും ഭാഗ്യമുണ്ട്, നേരത്തെ ആന വന്നു. അപ്പം ലെറ്റ്സ് സീ ആന ഓവർ ദെയർ. അപ്പോൾ നിങ്ങൾക്ക് ആനേനെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടുക്കി ജില്ലയിലാണ്. ഈ ആറിൻ്റെ അപ്പുറേ കാണുന്നത് കുട്ടമ്പുഴ ഫോറസ്റ്റ് റീജിയനാണ്. അത് എറണാകുളം ഡിസ്ട്രിക്റ്റാണ്. ഇത് കുറേ ആൾക്കാരുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ആൻഡ് ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊരു പുതുമയല്ല, കാരണം ഡെയിലി ഇവിടെ ആന വരുന്നതല്ലേ, അതുകൊണ്ട്. ബട്ട് വി ഫീൽ വെരി കൂൾ. അവിടെ ആനകൾ അടിയുണ്ടാക്കുന്നു സുഹൃത്തുക്കളെ. ഇവിടെ ഒരിക്കലും ആന ഇങ്ങോട്ടൊന്നും കയറി വരത്തില്ല. അതേപോലെ ഇവിടുത്തെ ആൾക്കാരെ അങ്ങനെ ഉപദ്രവിക്കത്തൊന്നുമില്ല. പക്ഷേ ഇതേ ആന തന്നെ 1/2 കിലോമീറ്റർ മാറി നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉപദ്രവിക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ ഇരുന്ന് കുളിസിയും കാണുവാണ് ഗൈസ്. ആരുടെ കുളിസീനാന്ന് നോക്കാം.
ഇത് വേറെ ആന പുറകിൽ നിന്ന് വരുന്നുണ്ട്. 1-2 കുഞ്ഞുങ്ങളാണ്. സോ അതിനുള്ള വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ തിങ്ക് മോർ ആന ഈസ് ഓൺ ദ വേ. അടിക്കടാ, അടിച്ച് പരത്തടാ അവൻ്റെ വാല്. മോയ 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 മോയടാ. ഗൈസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആന അവിടെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇവിടെ ആരും ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം നമ്മളെന്തായാലും ഒരു ചായ കുടിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. നമ്മൾ ചായയും പഴംപൊരിയും കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മളപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ let's have it. ഗൈസ് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഒരാൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. സോ നമുക്കിത് കഴിക്കാം. അങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് 6:30 അപ്പം 6:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് പോവാണ്. ഇവിടുന്ന് 2 മണിക്കൂറുണ്ട് നമ്മുടെ വീട്ടിലോട്ട്. സോ ഒരു അടിപൊളി സ്ഥലമാണ്. ഫ്രാൻസിസ് എങ്ങനെയുണ്ടായിരുന്നു മാങ്കുളം? അല്ല ആനക്കുളം. ആനയുണ്ട്, കുറേ കുളമുണ്ട്. യെസ്, കുറേ ആനയുണ്ട്, കുറേ കുളമുണ്ട്. ഇതിന് നല്ല അടിപൊളി സ്ഥലമാണ്. സോ എല്ലാവരും ഒന്ന് വന്ന് ഒരു 1 ഡേ ലൈക്ക് സൺഡേ ജസ്റ്റ് ഈവനിങ് ഒക്കെ വന്നൊരു ചായക്ക് കുടിച്ചൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് പോവാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഡു കം ആൻഡ് സി ആനക്കുളം, ആനക്കുളി ആൻഡ് ആനക്കുളി കാണാം, പിന്നെ ആനക്കുടി കാണാം, പിന്നെ കുറേ ആനകളെ കാണാം. നല്ല രസമാണ്. സോ ഇന്ത്യ വേറെ ഒരു സ്ഥലത്തും ഇല്ല ഇത്ര അടുത്ത് നമുക്ക് ആനകളെ വെള്ളം കുടിക്കുന്നില്ല. സോ സീ യു ഓൾ നെക്സ്റ്റ് വീഡിയോ. ബൈ.